അടുത്ത സീസൺ, അതായത് അടുത്ത സീസണിന് തുടങ്ങാൻ, അതായത് ഇന്ത്യൻ ഫുട്ബോളിലെ അടുത്ത സീസൺ 2025-26 സീസണിന് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ നാളെ സൂപ്പർ കപ്പ് ആരംഭിക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഒക്ടോബർ 30-നാണ്. രാജസ്ഥാൻ യുണൈറ്റഡ് FCയുമായിട്ട് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30-ക്കാണ് മത്സരം. അപ്പോൾ അതിനു മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിന് മികച്ച സ്കോഡുമായിട്ടാണ് ഇറക്കുന്നത്. ഫുൾ സ്ട്രെങ്ത് സ്കോഡ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുമെന്നുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് നമുക്ക് നോക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് എങ്ങനെയായിരിക്കും, ഈ സ്കോഡിൽ പോരായ്മകൾ എന്ത്, നല്ല വശങ്ങൾ എന്തെന്നും കൂടി നമ്മൾ പറഞ്ഞു പോകും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിങ്ങിലേക്ക് നോക്കാൻ നേരത്താണെങ്കിൽ സച്ചിൻ സുരേഷും ഉണ്ട്, അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസ്, അർഷുണ്ട്. ഇവർ 3 പേരുമാണ് ഗോൾ കീപ്പേഴ്സ് സൈഡിലേക്ക് വരുന്നത്. ഡിഫൻസിൽ എന്ന് പറയുന്നത് ഡൂസൻ ലഗാഡർ ഉണ്ട്, അതുപോലെ തന്നെ വാൻ റോഡ്രിഗസ് ഉണ്ട്, 2 വിദേശ താരങ്ങളുണ്ട് സെൻട്രൽ ബാക്കിൽ. കൂടെ ഹോമിപ്പാമും ഉണ്ട്, വികാഷ് ഉമ്നം, അതുപോലെ തന്നെ പുതിയ താരമായ സുമിത് ശർമ്മ, ഇപ്പോൾ എത്തിച്ച താരമാണ് സുമിത് ശർമ്മ. സെൻട്രൽ ബാക്ക് സൈഡ് ഇത്രയും പേര് വരുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ്, ഐബൻ ഡോംഗ്ലിംഗ്, മുഹമ്മദ് ഷഹീഫ് എന്നിവരാണ്. റൈറ്റ് ബാക്കിൽ അമേറാണ്, അവിടെ സന്ദീപ് സിംഗ് ആണ് വരുന്നത്. എന്തായാലും വിൻ ബാക്ക് മികച്ച രൂപത്തിൽ തന്നെ റൈറ്റ് ബാക്കിൽ അമേറാണ് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ലെഫ്റ്റ് ബാക്ക് ഐബൻ ഡോംഗ്ലിംഗ് തന്നെ. ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ വരാൻ നേരത്താണ് ഫ്രെഡി ഉണ്ട്, അതുപോലെ തന്നെ ഹോയിംബ മീറ്റയും ഉണ്ട് ബ്ലാസ്റ്റേഴ്സിന്. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡ്സ് ആയിട്ട് വരുന്നത് വിപിൻ മോഹൻ, അതുപോലെ തന്നെ മുഹമ്മദ് അസർ, ഡാനിഷ് ഫറൂഖ്, അഡ്രിയാൻ ലൂണ എന്നിവരാണ് മിഡ്ഫീൽഡേഴ്സ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, സെൻട്രൽ മിഡ്ഫീൽഡ് റോളിൽ വരുന്നത്. വിങ്ങേഴ്സ്, ലെഫ്റ്റ് വിങ്ങറായിട്ട് നോവാ സദോയി ഉണ്ട്, തിയാഗോ ആൽവസ് ഉണ്ട്, മുഹമ്മദ് ഐമൻ ഉണ്ട്, അമ്മാവി ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ നിഹാൽ സുതീഷ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോറോത്ത് സിംഗും ഉണ്ട് അവിടെ. സെക്കൻഡ് പൊസിഷന് വരാനത് കോൾദോ ഒപ്പീറ്റ ഉണ്ട്, അതുപോലെ തന്നെ ശ്രീകുട്ടനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്താണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് നമുക്ക് നോക്കാൻ, ഇവിടെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഒരു അറ്റാക്കിംഗ് നിരയുണ്ട്. കഴിഞ്ഞ വർഷം പോലെ തന്നെ അതിനെക്കാട്ട് കുറച്ചും കൂടി ഡെപ്ത് കൂടിയിട്ടുള്ള അറ്റാക്കിംഗ് നിരയിലേക്ക് വരുമ്പോൾ തിയാഗോ ആൽവസും കൂടി വരുന്നു, മറ്റൊരു വിങ്ങറായിട്ട് സ്ട്രൈക്കറിന് ബോൾ എത്തിക്കാൻ എന്നുള്ളതാണ്. പിന്നെ നോവാ സദോയും ഉണ്ട്, അഡ്രിയാൻ ലൂണയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നിഹാൽ സുതീഷ് മികച്ച പ്രകടനം പഞ്ചാബിൽ കാഴ്ചവെച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. കോറോസിംഗ് ഉണ്ട്, അതിനകട്ടും ഗോളും അസിസ്റ്റൊക്കെ ആയിട്ട് മിന്നിക്കെത്തിയ താരം തന്നെയാണ് കോറോസിംഗും ഉണ്ട്. പിന്നെ കോൾദോ ഒബീറ്റയ്ക്ക് പാസ് സ്വീകരിച്ച് ഗോൾ അടിക്കുന്ന ഒരു ജോലി മാത്രമേ കാണൂ എന്നുള്ളതാണ്. മിഡ്ഫീൽഡ്സ് ആണ് നമുക്ക് കുറച്ചും കൂടി വീക്ക്നെസ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹൻ, ഫ്രെഡി, ഇവർ 3 പേരുമാണ് മിഡ്ഫീൽഡ്സിൽ. പിന്നെ ഒന്നുണ്ടെങ്കിലും ഫ്രെഡിയും വിപിനും ആയിരിക്കും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഡാനിഷ് ഫറൂഖ് ഉണ്ട്, അതിൻ്റെ ബോൾ ഇൻ്റർസെപ്ഷൻ രീതിയൊക്കെ നല്ല രൂപത്തിൽ നടത്തുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഡാനിഷ് ഫറൂഖ്. അതുകൊണ്ട് മിഡ്ഫീൽഡ്സിൽ ചെറിയ പോരായ്മ ചിലപ്പം കളിക്കളത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മളൊരു അഭിപ്രായമാണ്. കളി വരാത്ത ചിലപ്പോൾ അവർ പറയാൻ പറ്റത്തില്ല. ഇത്തവണ നല്ല ഫോമാണെങ്കിൽ ഒരു മികച്ച പഠനം കാഴ്ചവെക്കാനും സാധ്യതയുണ്ട്. ഡിഫൻസിലേക്ക് വരാത്താണെങ്കിൽ ഡൂസൻ ലഗാഡ്, റോമിപ്പം, ജുവാൻ റോഡ്രിഗസ്, വികാഷ് ഉമ്നം, സുമിത് ശർമ്മ പോലത്തെ പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറയാത്താണെങ്കിൽ ഡൂസൻ ലഗാറ്റർ മികച്ച ഒരു സെൻട്രൽ ബാക്ക് ആണെങ്കിൽ പോലും ഒരു മിഡ്ഫീൽഡറാണ്. താരത്തിന് കൂടുതൽ മിഡ്ഫീൽഡ്സ് ഉപയോഗിക്കാനുള്ള സാധ്യത. അതായത് വാൻ റോഡ്രിഗസ് തന്നെയായിരിക്കും സ്റ്റാർട്ടിങ്ങിന് വേണ്ടി വരാൻ പോകുന്നത്. അത് വാൻ റോഡ്രിഗസിന് എന്തെങ്കിലും പരുക്കോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഡൂസൻ ലഗാഡർ സ്കോഡിൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കളിക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ വികാശും ഉണ്ട്, മികച്ചൊരു ഡിഫൻസ് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഇൻപാക്ട്സ് മികച്ച രൂപത്തിൽ തന്നെ ഐബൻ ഡോംഗ്ലിംഗ് ഉണ്ട്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് അമേറാണ് ഇവിടെയുണ്ട്. ഗോൾ കീപ്പറിൻ്റെ കാര്യത്തിൽ ഒന്നെങ്കിൽ നോറ ഫെർണാണ്ടസ് അല്ലെങ്കിൽ സച്ചിൻ സുരേഷിനായിരിക്കും കളിപ്പിക്കുന്നത്. ഗോൾ കീപ്പർ പൊസിഷന് ഒരു പേടി തന്നെയാണ്. മികച്ചൊരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ വേണമെന്നുണ്ട് ആൾക്കാർക്ക്, എല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും. എന്തായാലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മോശമായിട്ടുള്ളത്. പിന്നെ മിഡ്ഫീൽഡിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ 2 ഏരിയകളും ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. എന്തായാലും കളിയുടെ ആവേശം എത്താൻ മികച്ച ഫോമാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ വേറെ ലെവലായിട്ട് കളിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഡേവിഡ് കറ്റാല മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.
എന്തായാലും മികച്ച സ്ക്വാഡ് തന്നെയാണ്. കുറച്ച് വീക്ക്നെസ് ഉണ്ട്. ഏതൊരു സ്ക്വാഡിനും വീക്ക്നെസ് കാണുമല്ലോ, അതേപോലെ ഉള്ളൂ. എന്തായാലും മികച്ച പോരാട്ടവുമായി ബ്ലാസ്റ്റേഴ്സിന് ഒക്ടോബർ 30-നാണ് കളി. ഇന്ത്യൻ സമയം 4:30 രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ടാണ്.